കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ വിജയുടെ TVKയെ പോലെ പുതിയ പാർട്ടികൾ രൂപീകരിക്കുന്നത്, പുതിയ പാർട്ടികൾ പ്രചരണത്തിൽ വരുന്നത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒന്നും ഇന്ത്യയെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി, അദ്ദേഹത്തിന്റെ പേര് നമുക്കെല്ലാവർക്കും അറിയാം. പേര് മാർക്കണ്ഡേയ കട്ജു എന്നാണ്. ഇദ്ദേഹമാണ് ബംഗാളിൽ മമതയെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ സന്തോഷം എന്ന് പറയുകയും താങ്കളാണ് അതിന് ഏറ്റവും യോഗ്യൻ എന്ന കമന്റ് കേട്ട ഉടനെ തന്നെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്ത വ്യക്തി മാർക്കണ്ഡേയ കട്ജു. ഈ വാർത്ത കർമ്മ ന്യൂസ് നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. മാർക്കണ്ഡേയ കട്ജു ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇഷ്ക് കരോ പാർട്ടി എന്നാണ് ഈ പാർട്ടിയുടെ പേര്. ഇഷ്ക് എന്നാൽ സ്നേഹം, പ്രണയം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം എല്ലാവരെയും പ്രണയിച്ചുകൊണ്ട്, എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടി ആയിരിക്കും ഇത് എന്ന് മാർക്കണ്ഡേയ കട്ജു പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയൊന്നും നമ്മുടെ രാജ്യത്ത് ഒരിക്കലും എങ്ങും എത്താൻ പോകുന്നില്ല. മാർക്കണ്ഡേയ കട്ജുവിനാണെങ്കിൽ തന്നെ നല്ല പ്രായമായി. അദ്ദേഹത്തിന് എത്ര ഫോളോവേഴ്സിനെ കിട്ടാനാണ്? കിട്ടിയാൽ തന്നെ അത് എത്രമാത്രം സമൂഹത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രായോഗികമായി ആ പാർട്ടിയെ അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ വലിയ സംശയങ്ങൾ ആണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വളരെ ഗൗരവമേറിയ ശ്രമമായിരിക്കും ഈ ഇഷ്ക് കരോ പാർട്ടി എന്നാണ് മാർക്കണ്ഡേയ കട്ജു മാധ്യമങ്ങളോട് പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയോട് തന്റെ പുതിയ പാർട്ടിയിൽ ചേരാൻ ജസ്റ്റിസ് കട്ജു ക്ഷണിച്ചിട്ടുണ്ട്. CJPയെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് പോലുള്ള മത്സര പരീക്ഷകളിലെ പിഴവുകൾ കാരണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട CJP സ്ഥാപകൻ വെറും വിഡ്ഢിയാണ് എന്നാണ് മാർക്കണ്ഡേയ കട്ജുവിന്റെ വാദം. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരുതരം വാലന്റൈൻസ് ദിന പരിപാടിയായി പാർട്ടിയെ തെറ്റിദ്ധരിച്ചേക്കാമെന്നും എന്നാൽ അത് തികച്ചും തെറ്റിദ്ധാരണയാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെ ദാരിദ്ര്യം, കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള ഐക്യം വഴി ഇല്ലാതാക്കാൻ കഴിയും തന്റെ പാർട്ടിക്ക് എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തിന്മയെ ചെറുക്കുക, ജനങ്ങളുടെ ഐക്യം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് IKPയുടെ ലക്ഷ്യം എന്ന് കട്ജു പറഞ്ഞു. ജാതി, മതം, വംശം മുതലായവ മാറ്റി നിർത്തി എല്ലാ ആളുകളോടും പരസ്പരം സ്നേഹം, അതായത് ഇഷ്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യവും മാർക്കണ്ഡേയ കട്ജു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഒരു ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മുൻ ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇന്ത്യയിലെ നിയമങ്ങളെക്കുറിച്ചും നിയമ സംവിധാനങ്ങളെക്കുറിച്ചും നിയമപരമായ അവസ്ഥകളെക്കുറിച്ചും ഒക്കെ തന്നെ നല്ല ബോധ്യമുണ്ട്, അറിവുണ്ട്, നല്ല വിവരമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഈ ഒരു പ്രായത്തിൽ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ജനശ്രദ്ധ നേടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു പാർട്ടി രൂപീകരിക്കാനോ ഒരു രാഷ്ട്രീയ മുഖമായി നിൽക്കാനോ കഴിയുമായിരുന്നില്ല. ന്യായാധിപനായതുകൊണ്ട് സർക്കാർ സർവീസിലുള്ള ആർക്കും അത് കഴിയുകയുമില്ല. അതിനുശേഷം അദ്ദേഹം ഈ പുതിയ പാർട്ടികൾ ഇങ്ങനെ പൊട്ടിവിടരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് മുമ്പിൽ ഇങ്ങനെ കാണുകയും ചെയ്തപ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുകയും വാചാലനാവുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇഷ്ക് കരോ പാർട്ടിക്ക് ജനപിന്തുണ എത്രത്തോളമുണ്ട് ഇപ്പോൾ എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. എന്നാലും വലിയ തോതിലുള്ള ഒരു ജനപിന്തുണ മാർക്കണ്ഡേയ കട്ജുവിന്റെ പുതിയ പാർട്ടിക്ക്, IKPക്ക് കിട്ടും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളുമായി ഇന്ത്യയുടെ മറ്റൊരു രാഷ്ട്രീയ മുഖമായി മാറാൻ IKPക്ക്, ഇഷ്ക് കരോ പാർട്ടിക്ക് കഴിയുമോ എന്ന് നമുക്ക് നോക്കിയിരിക്കാം.